ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ രാവിലെ എണീച്ച് വന്നു, പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് രാവിലത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയത്. പഴം അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുട്ടുണ്ടാക്കിയിട്ട് പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. മാക്സിമം ഇന്നത്തെ ഒരു ഡേ ഞാൻ എടുക്കാൻ ശ്രമിക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു കല്യാണത്തിന് പോകണം, പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു അടുക്കള കാണലിന് പോകണം. ഇതൊക്കെ കൂടി എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കുറേ ദിവസം അതിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ പോകാതിരുന്ന് പോകുമ്പം ഭയങ്കര തലവേദനയായിരിക്കും. എനിക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ മുറിമുറിയായിട്ടേ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കും, മിക്ക ദിവസവും രാവിലത്തേക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഒന്നുകിൽ പുട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഉപ്പുമാവായിരിക്കും. പുട്ടിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. മിക്ക ദിവസവും ഞാൻ ഗോതമ്പൂട്ടാണ് ഉണ്ടാക്കുന്നത്. അരിപ്പുട്ട് പിന്നെയും കഴിക്കും. പിന്നെ ഉപ്പുമാവ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പുട്ടുണ്ടാക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് സാധനമാണല്ലോ, ഒന്ന് പുട്ടും ഒന്ന് ഉപ്പുമാവും. അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ വീഡിയോയുടെ തുടക്കത്തിൽ ഇന്നൊരു കല്യാണം ഉണ്ടെന്ന്. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരുങ്ങി മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് പോകുന്നത് ഇപ്പോഴാണ് കേട്ടോ. നമ്മൾ അന്ന് കൊട്ടാരക്കര അമ്പലത്തിൽ പോയപ്പോഴത്തേക്കിനും മുല്ലപ്പൂ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മുഴത്തിന് 50 രൂപയാണ് കേട്ടോ. നമുക്കിപ്പോൾ വാങ്ങാൻ പറ്റാത്ത ആ ഒരു സാഹചര്യം പോലെയാണ്, ഭയങ്കര റേറ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നന്ദുവിന് ATM കയറണമെന്ന് പറഞ്ഞാൽ അവൾ അങ്ങോട്ട് പോയി. ചുമ്മാ ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് വീഡിയോയും കൂടി എടുത്തു. അങ്ങനെ ഞങ്ങളിത് ആ കല്യാണ സ്ഥലത്ത് വന്നു, കഴിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ. പെണ്ണും ചെക്കനുമായിട്ടൊക്കെ ഉള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഷോർട്സ് ആയിട്ടാണ് എടുത്തത്. എനിക്ക് രണ്ടുകൂടെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ ഭയങ്കര തലവേദനയായിരിക്കുമെന്ന്. ഗായ്സ്, അങ്ങനെ കല്യാണം കഴിഞ്ഞിതാ വീട്ടിലോട്ട് നടക്കുക. അടിപൊളിയായിരുന്നു കേട്ടോ, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ കുറേ ലേറ്റായി കഴിക്കാൻ. അപ്പോൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. ഇനി ഡ്രസ്സൊക്കെ മാറണം. അയ്യോ, ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്ന എനിക്ക് അല്ലേലും അങ്ങനെ എവിടെയെങ്കിലും പോയി കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര തലവേദനയായിരിക്കും. അപ്പോൾ ഇനിയും അടുക്കള കാണലിന് പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ തലവേദന ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് ഉറങ്ങണമെന്ന് വിചാരിക്കുമ്പം ഈ സമയത്ത് ഉറങ്ങാൻ പറ്റില്ല. അല്ലാതെ എവിടെയെങ്കിലും പോയിരിക്കുവാണെങ്കിൽ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഉറക്കം തൂങ്ങി വീഴും. എന്തായാലും ഞാനൊന്ന് ശ്രമിക്കട്ടെ. കാരണം എനിക്ക് നല്ല തലവേദനയുണ്ട്. വൈകിട്ട് അടുക്കള കാണാൻ പോകണമെങ്കിൽ ഈ തലവേദന ഒന്ന് മാറ്റിയെടുക്കണം. എൻ്റെ കണ്ണിരിക്കുന്നുണ്ട് ഇങ്ങോട്ട്. അത് ആ ഒരു തലവേദനയുടെ, എനിക്ക് മൈഗ്രെയിൻ്റെ ചെറിയൊരു സ്റ്റാർട്ടിങ്. അപ്പം ഇങ്ങനെ യാത്ര ചെയ്തിട്ടൊക്കെ വരുമ്പോഴത്തേനും നല്ല സുഖമായിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ. ഉറങ്ങി എണീക്കുമ്പോൾ തലവേദന മാറിയെങ്കിൽ അടുക്കള കാണാൻ പോകണം. ഉറങ്ങാൻ വേണ്ടി കിടന്നെങ്കിൽ ഒരു ശകലം ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഉറങ്ങാനായിട്ട് കിടന്നപ്പോഴത്തേക്കിനും നന്ദു വന്നായിരുന്നു. നമ്മുടെ വീട്ടിൽ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ട്, അപ്പോൾ അതിൽ തുണി അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എണ്ണിച്ചു, എനിക്കും കുറച്ച് അടിക്കാനുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്ന്, അതായത് പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് വണ്ടിയിൽ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ രണ്ടിടത്തുനിന്ന് ക്ഷണമുണ്ട്. ചെക്കൻ്റെ വീട്ടിൽ നിന്നും പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ക്ഷണമുണ്ട്. പെണ്ണിൻ്റെ വീട് അച്ഛൻ്റെ റിലേറ്റീവും ചെക്കൻ്റെ വീട് അമ്മയുടെ റിലേറ്റീവും ആണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ നാട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അങ്ങനെ അവിടെയൊക്കെ ചെന്നു. അവിടുത്തെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ തലവേദന തന്നെ. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു വന്നിട്ട് നൂറനാടാണ് കേട്ടോ ഇറങ്ങി നിൽക്കുന്നത്. അവിടുന്ന് ബസ് കയറിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ബൈ ബൈ.